ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി മൂന്നാമത്തെ ചാപ്റ്റേഴ്സ്, അതായത് മൂന്നാമത്തെ യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് ആണ്. അത് 4ാമത്തെ യൂണിറ്റിന്റെ പേര് നോക്കിയേ, ഉത്തി തർജനി എന്നാണ്. എന്താണ് മക്കളെ തർജനി എന്ന് വെച്ചാൽ? ചൂണ്ടുവിരൽ എന്നാണ് അർത്ഥം, അല്ലെ? ഉഡ്ന മീൻസ് ഉയരുക. അപ്പോ ഉയരുന്ന ചൂണ്ടുവിരൽ എന്ന് വെച്ചാൽ സാധാരണ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിക്കാറുള്ളത്, അല്ലെ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യൂണിറ്റിന് ഇങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടാവുക? അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് പരിചയപ്പെടണം, അല്ലെ? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഒരു പിക്ചർ അല്ല, കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ പിക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതിനകത്ത്? അതായത് ഒരു ആക്സിഡന്റിന്റെ പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫാമിലി കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ബസ്സിലെ കാഴ്ചയുണ്ട്. പിന്നെന്താണ്? ഒരു ഹോട്ടലില് അതിന്റെ മുന്നിൽ ഒരാൾ ഇങ്ങനെ ബോർഡും പിടിച്ചിങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ നോക്കിയ താഴെ ഒരു കുട്ടി ഇങ്ങനെ സ്നാക്സ് എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിലാ മക്കളെ കൊടുത്തിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? അപ്പോ എന്തിനൊക്കെയോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ യൂണിറ്റിന് ഇങ്ങനെയൊരു പേര് വന്നിട്ടുണ്ടാവുക, അല്ലെ? അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, ചാപ്റ്ററിലോട്ട് പോകാം. 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ നെയിം ഗലീലിയോ എന്നാണ്. ഇത് എഴുതിയത് ആരാണ് മക്കളെ? ശുക്രാചാര്യാണ്. ഇതൊരു ലേഖാണ്. ലേഖം എന്ന് വെച്ചാൽ എന്താണ്? ലേഖനം. ഓക്കെ, അതിനു മുന്നേ നമ്മുടെ ഇവിടെ ഗലീലിയോന്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കിയിട്ട് ചാപ്റ്ററിലേക്ക് പോകാം. मैंने सितारों से इतना प्यार किया है कि मैं रात से नहीं डरता. അതായത് സിതാര എന്ന് വെച്ചാൽ നക്ഷത്രം. मैंने सितारों से इतना प्यार किया है, അതായത് ഞാൻ നക്ഷത്രങ്ങളെ ഏറെ സ്നേഹിച്ചു. കി മേ രാത് സേ നഹി ഡർത്ത, അതായത് ഞാൻ നക്ഷത്രങ്ങളെ ഏറെ സ്നേഹിച്ചു, അതുകൊണ്ട് എനിക്ക് രാത്രിയെ ഭയമില്ല എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു ചാപ്റ്റർ നെയിം ഗലീലിയോ എന്നാണ്. എഴുതിയത് ശുക്രാചാര്യാണ്. ഇതൊരു ലേഖാണ്. ഇനി നമുക്ക് ശുക്രാചാര്യനെ ഒന്ന് പരിചയപ്പെടാം. നോക്കിയ മക്കളെ, പേജ് നമ്പർ 74 ആണ്. शुक्राचार्य का असली नाम कृष्ण मेनन है. उनका जन्म बिहार के पटना में हुआ. हमारा सुकरात, बच्चों के लिए गलीलियो, बच्चों के लिए डार्विन आदि उनकी प्रमुख कृतियां है. അതായത് ശുക്രാചാര്യ അസ്ലി നാം കൃഷ്ണമേനൻ ഹെ, ശുക്രാചാര്യരുടെ യഥാർത്ഥ പേര് കൃഷ്ണമേനൻ എന്നാണ്. ഉൻക ജന്മ ബിഹാർ കെ പട്നാമേ ഹുവ, അദ്ദേഹത്തിന്റെ ജനനം എവിടെയാണ്? അദ്ദേഹം ബീഹാറിലെ പട്നയിലാണ് ജനിച്ചത്. ഹമാര സുക്രാത്ത്, ബച്ചോം കെ ലിയെ ഗലീലിയോ, ബച്ചോം കെ ലിയെ ഡാർവിൻ ആദി ഉൻകി പ്രമുഖ് കൃതിയാ ഹെ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മം എന്നാണ്? 31 ഒക്ടോബർ 1964, അതായത് 1964 ഒക്ടോബർ 31 അദ്ദേഹം ജനിച്ചത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. पेज नंबर 70. ओके, आज से करीब 400 साल पहले की बात है. पूर्णमासी की एक रात थी. 12 साल का एक लड़का चांद को देखते हुए एक पहाड़ी पर चढ़ रहा था. അപ്പോ आज से करीब 400 साल पहले की बात है, ഏകദേശം 400 വർഷം മുമ്പുള്ള കാര്യമാണ്. പൂർണ്ണമാസിക്ക് ഏക് രാത് ഥി, അതൊരു പൗർണമി രാത്രി ആയിരുന്നു. 12 साल का एक लड़का चांद को देखते हुए एक पहाड़ी पर चढ़ रहा था. അതായത് 12 വയസ്സുള്ള ഒരു കുട്ടി ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഒരു കുന്നിൻ മുകളിലേക്ക് കയറുകയായിരുന്നു. ഓക്കെ, ഉസേ ലഗാ കി ചാന്ദു ഭി ഉസ്കെ സാത്ത് സാത്ത് ചढ़ रहा है. അപ്പോ ഈ കുട്ടി ഇങ്ങനെ മുകളിലേക്ക് കയറിയപ്പോൾ ചന്ദ്രനും തന്നോടൊപ്പം മുകളിലേക്ക് വരുന്നു എന്ന് ആ കുട്ടിക്ക് തോന്നി. ഉസേ ബഡാ മസ ആയ, അവന് വളരെ സന്തോഷമായി, അതായത് ആ കുട്ടിക്ക് വളരെ രസം തോന്നി.
കുച്ച് ദേർ ബാദ് വഹ് ചാന്ദ് ദേഖ്തേ ഹുയെ ഉതർനെ ലേഗ. കുറച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി എന്താ ചെയ്തത്? ആ അവൻ ചന്ദ്രനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അബ് ഉസേ ലഗ ജൈസെ ചാന്ദ് ഭി ഉസ്കെ സാത്ത് സാത്ത് ഉദർ രഹാ ഹെ. അപ്പോ ആ കുട്ടിക്ക് എന്താണ് തോന്നിയത്? ചന്ദ്രനും തന്നോടൊപ്പം താഴേക്ക് ഇറങ്ങുകയാണെന്ന് അവന് തോന്നി. ഓക്കെ. उसने सोचा कि कहीं ऐसा तो नहीं है, कहीं ऐसा तो नहीं कि चांद अपनी जगह पर स्थिर है और मेरी നസറേം की ധോക്ക ഖാ രഹി ഹെ. അതായത് അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ്, ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് സ്ഥിരമായിരിക്കുകയാണോ അതോ എന്റെ കണ്ണുകളുടെ തോന്നലാണോ എന്ന് അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ. ഉസ്നെ സോച്ചാക്കി, അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കഹി ऐसा तो नहीं है कि ചാന്ദ് അപ്പനി ജഗഹ് പർ സ്ഥിർ ഹെ. ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് ഇങ്ങനെ സ്ഥിരമായിരിക്കുകയാണോ, ഔർ മേരി നസറേം ഹി ധോക്ക ഖാ രഹി ഹെ, അതോ എന്റെ കണ്ണുകളുടെ തോന്നലാണോ എന്ന് അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ലേക്കിൻ വഹ് ബിനാ സബൂത് കെ കുച്ച് നഹി സ്വീകാർത്താ ഥ. പക്ഷേ ഒരു തെളിവില്ലാതെ അവൻ ഒന്നും അംഗീകരിച്ചിരുന്നില്ല. ഉസ്നെ അപ്നെ ദോസ്ത് കോ ബുലായ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു? അവൻ തന്റെ കൂട്ടുകാരനെ വിളിച്ചു. ഔർ ഉസേ പഹാടി പർ ചഡ്നെ കോ കഹാ ഔർ ഖുദ് ഉതർനെ ലഗ. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു? ആ കൂട്ടുകാരനോട് കുന്നിൻ മുകളിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു? അവൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാനും തുടങ്ങി. ഓക്കെ. ഉസ്നെ ഉസ്കെ ദോസ്നെ കഹാ ചാന്ദ് തോ മേരെ സാത്ത് സാത്ത് ചढ़ रहा था. അപ്പൊ അവന്റെ കൂട്ടുകാരൻ എന്താ പറഞ്ഞത്? ഈ ചന്ദ്രൻ എന്നോടൊപ്പം മുകളിലേക്ക് കയറി കയറി വരികയാണല്ലോ എന്ന് പറഞ്ഞു. ജക്കി ലഡ്കെ കോ ലഗാ രഹാ ഥാ കി ചാന്ദ് ഉസ്കെ സാത്ത് ഉദർ രഹാ ഥാ. അപ്പൊ എന്താണ്? പക്ഷേ ഈ കുട്ടിക്ക് തോന്നിയത് എന്താണ്? ചന്ദ്രൻ തന്നോടൊപ്പം താഴേക്ക് ഇറങ്ങുകയാണ് എന്നും എന്നായിരുന്നു തോന്നിയത്. അതായത് മുകളിലേക്ക് കയറുമ്പോൾ മുകളിലേക്ക് പോയപ്പോൾ ചന്ദ്രൻ തന്നോടൊപ്പം മുകളിലേക്ക് വരുന്നതായും താഴേക്ക് ഇറങ്ങിയപ്പോൾ ആ കുട്ടിക്ക് തന്റെ കൂടെ ചന്ദ്രൻ താഴേക്ക് ഇറങ്ങുന്നതായും തോന്നി എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? उसने नतीजा निकाला कि चांद स्थिर है, उसका चढ़ना उतरना हमारी नजरों का धोखा है. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു? ചന്ദ്രൻ സ്ഥിരമാണെന്നും അതിന്റെ കയറ്റവും ഇറക്കവും നമ്മുടെ കണ്ണുകളുടെ തെറ്റിദ്ധാരണയാണെന്നും ആർക്ക് മനസ്സിലായി? ആ കുട്ടിക്ക് മനസ്സിലായി. ഉസ് ലഡ്കെ കാ നാം ഗലീലിയോ ഥ. ആ കുട്ടിയുടെ പേരെന്താണ്? ഗലീലിയോ എന്നായിരുന്നു. ഔർ യഹ് ഘടന ഇറ്റലി മേ ഖടി ഥി. അപ്പൊ ഈ സംഭവം നടന്നത് എവിടെയാണ്? ഇറ്റലിയിലായിരുന്നു. ഓക്കെ. कुछ दिनों बाद गलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया, मगर वह तो वैज्ञानिक बनना चाहता था. उसने अपने आप विषय बदल लिए. അതായത് कुछ दिनों बाद ഗലീലിയോ को उसके पिता ने डॉक्टरी पढ़ने के लिए भेज दिया. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗലീലിയോയുടെ അച്ഛൻ എന്ത് ചെയ്തു? ഗലീലിയോനെ ഡോക്ടർ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. മഗർ വഹ് തോ വൈജ്ഞാനിക ബനന ചാഹതാ ഥാ. അതായത് മെഡിസിൻ പഠിക്കാൻ പറഞ്ഞു വിട്ടു. പക്ഷേ ഗലീലിയോയ്ക്ക് സയന്റിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. ഉസ്നെ അപ്നെ ആപ് വിഷയ് ബദൽ ലിയേ. അപ്പോ ഗലീലിയോ എന്ത് ചെയ്തു? എന്നിട്ട് ഗലീലിയെ സ്വന്തമായിട്ട് തന്നെ ടോപ്പിക് അങ്ങ് മാറ്റി. പിതാനെ ഢാഠാ തോ ഉസ്നെ ഭോലേപ്പൻ സേ കഹാ ആപ് ഹി തോ कहते थे कि सच कहने और सच निभाने में കഭി ഭഗവാൻ സേ ഭി നഹി ഡർനാ ചാഹിയേ. അപ്പോ അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛന് ഇഷ്ടം മെഡിസിന് വിടാനായിരുന്നു, പക്ഷെ ഗലീലിയോക്ക് ഇഷ്ടം സയന്റിസ്റ്റ് ആവാനാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? ഗലീലിയോ എന്താ ചെയ്തത്? ഗലീലിയോ ആ ടോപ്പിക്ക് സ്വന്തമായിട്ട് അങ്ങ് മാറ്റി. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു? വഴക്ക് പറഞ്ഞു. പിന്നെന്താ അവിടെ സംഭവിച്ചത്? പിതാനെ ഠാട്ടാത്തോ ഉസ്നെ ഭോലേപ്പൻ സേ കഹ. അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോ ഗലീലിയെ വളരെ നിഷ്കളങ്കനായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? आप ही तो कहते थे कि सच कहने और सच निभाने में कभी ഭഗവാൻ से भी नहीं डरना चाहिए. അപ്പോൾ അച്ഛൻ തന്നെയല്ലേ പറയാറുള്ളത് എന്താന്ന് വെച്ചാല് സത്യം പറയുക, അതുപോലെ തന്നെ സത്യമുള്ള കാര്യം ചെയ്യുക എന്നുള്ളത് അത് ദൈവത്തിനെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അച്ഛൻ തന്നെയല്ലേ പറയാറുള്ളത് എന്ന് ആര് ചോദിച്ചു? നമ്മുടെ ഗലീലിയോ ചോദിച്ചു.
മുझे വൈജ്ഞാനിക बनने का मन है तो मैं विज्ञान क्यों न പഠൂ. അപ്പൊ ചോദിക്കാണ്, എനിക്ക് സയന്റിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ സയൻസ് പഠിക്കാതിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുക. ക്യാ ആപ് ഭഗവാൻ സേ ഭി ബഡേ ഹേ. അപ്പൊ എന്നിട്ട് ചോദിക്കാണ്, ഗലീലിയോ എന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛൻ ഈശ്വരനേക്കാളും വലിയ വ്യക്തിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനസ്സിലായോ മക്കളെ, എന്താണ് ഒരു 400 വർഷം മുമ്പുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് അതിനകത്ത് പറയുന്നത്? ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി എന്താ ചെയ്തത്? ഒരു കുന്നിൻ മുകളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പോ ആ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കയറുകയാണ്. അപ്പൊ ചന്ദ്രനും തന്നോടൊപ്പം മുകളിലേക്ക് വരുന്നു എന്ന് അവന് തോന്നി. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടിക്ക് ഭയങ്കര രസം തോന്നിയത്. എന്നിട്ട് ആ കുട്ടി താഴേക്ക് ഇങ്ങനെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ചന്ദ്രനും തന്നോടൊപ്പം താഴേക്ക് ഇറങ്ങുകയാണെന്ന് ആ കുട്ടിക്ക് തോന്നി. പക്ഷെ എന്താണ്, ആ കുട്ടി ഒരു കാര്യങ്ങളും ഒരു എന്തില്ലാതെ, സബൂത്ത് മീൻസ് എന്താണ്, ഒരു തെളിവില്ലാതെ ഇങ്ങനെ അംഗീകരിക്കുകയില്ലായിരുന്നു. അപ്പോ അവൻ എന്ത് ചെയ്തു? അവന്റെ കൂട്ടുകാരനെ വിളിച്ചു. കൂട്ടുകാരനോട് കുന്നിന് മുകളിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. ആ കുട്ടിയും മുകളിലേക്ക് കയറും തോറും എന്താണ്, ചന്ദ്രൻ തന്നോടൊപ്പം വരുന്നതായി തോന്നി. എന്നിട്ട് കുട്ടി താഴേക്ക് ഇറങ്ങുമ്പോൾ എന്താണ്, ചന്ദ്രനും താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്നതായി തോന്നി. അപ്പൊ ആ കുട്ടി എന്ത് പറഞ്ഞു? ചന്ദ്രൻ സ്ഥിരമാണ്, പക്ഷെ അതിന്റെ കയറ്റവും ഇറക്കവും ഒക്കെ നമ്മുടെ കണ്ണുകളുടെ തെറ്റിദ്ധാരണയാണെന്ന് അവന് മനസ്സിലായി. അപ്പൊ ആ കുട്ടിയുടെ പേരാണ് ഗലീലിയോ എന്ന്, അല്ലെ? അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗലീലിയോയുടെ അച്ഛൻ ഗലീലിയോനെ ഡോക്ടറാക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടു. പക്ഷേ ഗലീലിയോക്ക് ഇഷ്ടം എന്തായിരുന്നു? മെഡിസിൻ പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഗലീലിയോ എന്ത് ചെയ്തു? സ്വന്തമായിട്ട് ടോപ്പിക് അങ്ങനെ മാറ്റി. അങ്ങനെ അച്ഛൻ വഴക്ക് പറയുന്നു. വഴക്ക് പറയുമ്പോൾ അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, എന്താണ്, സത്യം പറയുക അല്ലെങ്കിൽ അതുപോലെ തന്നെ സത്യമുള്ള കാര്യം ചെയ്യുക എന്നുള്ളത് ദൈവത്തിന് പോലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോ എനിക്ക് സയന്റിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്താ പഠിക്കുക, അല്ലെ? അപ്പോ ഗലീലി ഇങ്ങനെ ചോദിക്കുകയാണ്, അച്ഛൻ ഈശ്വരനേക്കാളും വലിയ വ്യക്തിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നോക്കാം. അപ്പോൾ മിസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. ഒപ്പം മിസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആ സ്പോട്ടിൽ തന്നെ കിട്ടുമല്ലോ. നന്നായിട്ട് പഠിക്കുക, A+ സ്കോർ ചെയ്യുക. ഓക്കെ.